الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, നമ്മേറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന് നൊമ്പരപ്പെടുത്തുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇന്ന് ഏറെ ചർച്ചയാണ്. ജമ്മു കശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തീവ്രവാദികളായിട്ടുള്ള ചിലർ ആ നാട് സന്ദർശിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വിനോദ സഞ്ചാരികളായിട്ടുള്ള വ്യത്യസ്ത നാട്ടിൽ താമസിക്കുന്നവരായിട്ടുള്ള ആളുകളെ ഏകദേശം 26ഓളം പേരെ വെടിവെച്ച് കൊന്ന ഒരു സംഭവം നമ്മളെല്ലാവരും കേട്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ അപകടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഈ അവസരത്തിൽ ഇസ്ലാമിനെതിരെ പേനയുന്താനും പേജ് നിറക്കാനും സോഷ്യൽ മീഡിയകൾ നിറക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇസ്ലാമിനെ കഠിനമായി ശത്രുതയായി കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ
ഈ സംഭവങ്ങളെ ഇസ്ലാമിൻ്റെ പേരിൽ, മുസ്ലിങ്ങളുടെ പേരിൽ കെട്ടിച്ചമച്ചു വെക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. മതമാണ് പ്രശ്നം എന്ന വർഷങ്ങൾ പഴക്കമുള്ള ആരോപണങ്ങൾ ഈ സന്ദർഭത്തിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദത്തോട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, നിലപാട് സമൂഹത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ സമയം. ഇസ്ലാം എന്നുള്ളത്, അതിൻ്റെ പേര് തന്നെ സമാധാനം എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, എവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ പേരിൽ ചാർത്തപ്പെടുന്ന ഒരു അവസ്ഥ. ഒരു മുസ്ലിം പേരുള്ള ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ലഹരി പിടിക്കപ്പെട്ടാൽ അത് ഇസ്ലാം പഠിപ്പിച്ചത് കൊണ്ടാണെന്നും അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നും പറയുന്നവരുണ്ട്. മറ്റു ചിലർ മദ്രസയിൽ പഠിക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് മുസ്ലിം പേരുള്ള ആളുകൾ തന്നെ ആളുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറയുമ്പോൾ ഇത്തരം ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ്. കാരണം ഇസ്ലാം അതൊരു സമാധാനത്തിന്റെ മതമാണ്, സ്നേഹത്തിന്റെ മതമാണ്. ഇസ്ലാമിന്റെ ആദർശം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിന് ദീർഘദൃഷ്ടിയുള്ള കാഴ്ചപ്പാടാണുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകം അവസാനിക്കുന്നത് വരെ തിരുത്തേണ്ട ആവശ്യമില്ല. ലോകം വളർന്നുകൊണ്ടിരിക്കുമ്പോഴും IT വിപ്ലവങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറയാൻ ഇസ്ലാമിന്റെ ആദർശത്തിന് സാധിക്കില്ല. കാരണം ഇസ്ലാമിന്റെ ആദർശം എന്നുള്ളത് അത് ദൈവികമായിട്ടുള്ള ആദർശമാണ്, അള്ളാഹു പഠിപ്പിച്ച മതമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒന്നും തിരുത്തുവാനോ കൂട്ടുവാനോ കുറക്കുവാനോ ഇല്ല. അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും മനുഷ്യന് ഉപകാരമുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. ഒരു മനുഷ്യന് ഉപദ്രവമുള്ള ഒരു കാര്യം പോലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതെന്തിനാണ് ഇത്ര ഗൗരവത്തിൽ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം ഖുതുബക്ക് വേണ്ടി വന്നിരിക്കുന്ന നമ്മൾ പഠിക്കേണ്ടത്? പലപ്പോഴും പല ചർച്ചകളും നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ വന്നു പോകുകയാണ്, എന്തുകൊണ്ടാണ് മുസ്ലിം പേരുകളുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബദ്ധത്തിൽ പോലും സഹോദരന്റെ നേരെ ആയുധം നീട്ടുന്നത് പോലും കുറ്റമാണ് എന്ന് പഠിപ്പിച്ച വിഷയമാണ്. അത് പാടില്ല, അത്രയും ശ്രദ്ധ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മർറ അഹദുകും ഫീ മസ്ജിദിനാ ഔ സൂഖിനാ വമഅഹു നബ്ലുൻ, നമ്മുടെ ഈ പള്ളിയിലോ അങ്ങാടിയിലോ ആരെങ്കിലും തന്റെ അമ്പുമായി പ്രവേശിക്കുകയാണെങ്കിൽ, അന്ന് അറബികളെ സംബന്ധിച്ചിടത്തോളം അമ്പും വില്ലുകളും വാളുകളൊക്കെ അവരുടെ കയ്യിലുണ്ടാവും, അവരുടെ ശൈലിയാണ്. ഇനി നിങ്ങൾ ഈ പള്ളിയിലേക്കോ അല്ലെങ്കിൽ അങ്ങാടിയിലൂടെ നടക്കുന്ന സന്ദർഭത്തിലോ ഇതുമായി നടക്കുകയാണെങ്കിൽ അവൻ അതിന്റെ മുനയുള്ള ഭാഗം അവൻ പിടിക്കട്ടെ. മുനയുള്ള ഭാഗമാണല്ലോ പ്രശ്നം. ആ ഭാഗം പിടിക്കട്ടെ, മുനയില്ലാത്ത ഭാഗം പുറത്തേക്ക് കാണിക്കുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അൻ യുസീബ അഹദൻ മിനൽ മുസ്ലിമീന മിൻഹാ ഷൈഉൻ. അത് തൻ്റെ മുസ്ലിം സഹോദരന് അതുകൊണ്ട് പ്രയാസമൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്കൊരു പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ആവശ്യപ്പെടുന്നത്. അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ആദർശം എത്ര കനത്തതാണ് സഹോദരന്മാരെ. ഇനി മറ്റൊരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല ആളുകളുടെയും സാധനങ്ങൾ മാറ്റിവെക്കാറുണ്ട്, ഒളിപ്പിച്ചു വെക്കാറുണ്ട്. ഈ ഒളിപ്പിച്ചു വെക്കുന്ന സമയത്ത് അതിന്റെ ഉടമസ്ഥൻ തിരയുമ്പോൾ നമ്മൾ ചിരിക്കും, തമാശക്കാണ്. ഇത്തരം സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സമയത്തുണ്ടായി. ഒരു യാത്രാവേളയിൽ ഉറങ്ങുകയായിരുന്ന ഒരു സഹാബിയുടെ അമ്പ് തമാശക്കായി ചിലർ മാറ്റിവെച്ചു. ഈ സഹാബി ഉണർന്ന സന്ദർഭത്തിൽ അമ്പ് കാണാതെ പരിഭ്രാന്തരായി. ഇത് കണ്ട് ചിരിച്ച സഹാബികളോട് കാരണങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ അവര് പറഞ്ഞു, ഈ നടന്ന സംഭവം പറഞ്ഞു, ഇന്ന് മനുഷ്യന്റെ അമ്പ് ഞങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചത്. അയാൾ അവിടെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, അത് കണ്ടിട്ടാണ് ഞങ്ങൾ ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമൻ. ഒരു മുസ്ലിമിനെ ഭീതിപ്പെടുത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. നോക്കിയട്ടെ, അത് അവർ തമാശയ്ക്ക് ചെയ്തിട്ടാണെങ്കിൽ പോലും ഒരാളെ പ്രയാസപ്പെടുത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അല്ലേ, ചെരുപ്പ് മാറ്റി വെക്കാറില്ലേ നമ്മൾ? അവന്റെ സാധനങ്ങൾ മാറ്റി വെക്കാറില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അവൻ തിരയുന്നത് കണ്ട് നമ്മൾ ചിരിക്കും. അതിന്റെ ഗൗരവം എത്രയാണ് എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ സഹോദരന് നേരെ ഒരു ഇരുമ്പ് നീട്ടുന്നത് പോലും ഇസ്ലാം വിലക്കിയിട്ടുണ്ടെന്നാണ്. മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ യദൗ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും തന്റെ സഹോദരന് നേരെ ഒരു ഇരുമ്പ് നീട്ടിയാൽ അവൻ അത് ഒഴിവാക്കുന്നത് വരെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന. ഒരു ഇരുമ്പ് അവനെ നീട്ടി ഭീഷണിപ്പെടുത്തുക, ഒരു കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുക, കത്തി നീട്ടുന്നത് പോലും തെറ്റാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് എങ്ങനെയാണ് കുത്തിയിറക്കാൻ ഒരാൾക്ക് തോന്നുക? അവൻ അത് താഴെ വെക്കുന്നത് വരെ മലക്കുകൾ അവന് വേണ്ടി ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. മനുഷ്യരോട് മാത്രമല്ലല്ലോ ഇത് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യനോട് കാണിക്കേണ്ട മാന്യത മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ കതബ അലൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഇദാ ഖതൽതും ഫഹ്സിനുൽ ഖിത്ലത. അതിനാൽ നിങ്ങൾ കൊല്ലുമ്പോൾ കൊലയും, വഇദാ ദബഹതും ഫഹ്സിനുൽ ദബഹ. നിങ്ങൾ അറവ് നടത്തുമ്പോൾ അതും നന്നാക്കുക. രണ്ട് കാര്യം പറഞ്ഞത്. ഒന്ന്, കൊല്ലുന്ന സമയത്ത് നന്നാക്കുക. അതെപ്പോഴാ? ഇസ്ലാമിൽ പ്രതിക്രിയകളുണ്ട്. ആ പ്രതിക്രിയകൾ നടത്തുമ്പോൾ, ഭരണാധികാരികൾ നടത്തുന്ന സമയത്ത് ഇത് വളരെ പെട്ടെന്നാക്കണമെന്നാണ്. അല്ലാതെ മൂർച്ചയുള്ള വാളുകൾ കൊണ്ടല്ല, വളരെ സ്പീഡിൽ തീർക്കണമെന്ന് പഠിപ്പിച്ചു. ഒരു കോഴിയെ അറക്കുമ്പോൾ, ഒരു മൃഗത്തെ അറക്കുമ്പോൾ നിങ്ങൾ ആ കത്തിക്ക് ശരിക്കും മൂർച്ച കൂട്ടണമെന്നും അതിനെ വളരെ പെട്ടെന്ന് തന്നെ അറുത്ത് തീർക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തിനാണെന്നറിയോ? വൽയുഹിദ അഹദുകും ശഫ്റതഹു ഫൽയുരിഹ് ദബീഹതഹു. നിങ്ങൾ ഒരുത്തൻ കത്തിയുടെ മൂർച്ച കൂട്ടുകയും അങ്ങനെ അറവ് മൃഗത്തിന് ആശ്വാസവും നൽകട്ടെ എന്നാണ്. വളരെ പെട്ടെന്ന് അതിനെന്ത് ചെയ്യണം? അറുത്ത് മാറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് മൃഗങ്ങളോട് കാണിക്കുന്ന കാരുണ്യമല്ലേ സഹോദരന്മാരെ? ഒരിക്കൽ ആയിഷ ബീവി
റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ കയറ് ഒരു ശക്തമായി വലിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, നീ അതിനോട് കാരുണ്യം കാണിക്കണം. നോക്കട്ടെ അല്ലേ, ഒരു മൃഗങ്ങളെ കാണുന്ന സമയത്ത് കല്ലെടുത്ത് അല്ലേ, ഒരു ആവശ്യമില്ലാതെ കല്ലെടുത്തെറിയുന്നവരില്ലേ, ഒരു ആവശ്യമില്ലാതെ വലിയ വടികൾ എടുത്തുകൊണ്ട് അതിനടിക്കുന്നവരില്ലേ, അതിനെ പ്രയാസപ്പെടുത്തുന്നവരില്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ, നീ അതിനോട് കാരുണ്യം കാണിക്കണം, അതിനോട് സ്നേഹം കാണിക്കണം, അതിനൊന്നും പ്രയാസപ്പെടുത്തല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ ഒരു സഹാബി ഒരു ആടിനെ അറുക്കുന്ന സമയത്ത് അതിനോട് കാരുണ്യം കാണിച്ചു. അറുക്കേണ്ടത് കൃത്യമായി എന്ത് ചെയ്തു? വളരെ മൂർച്ചയുള്ള കത്തികൾ കൊണ്ട് തന്നെ അറുത്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശാതു ഇൻ റഹിംതഹാ റഹിമകല്ലാഹ്, ആടിനോട് നീ കാരുണ്യം കാണിച്ചാൽ നിനക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാവും. ഒരു മൃഗത്തോട് അങ്ങനെ കാണിച്ചാൽ, ഒരു മനുഷ്യർ പരസ്പരം കാരുണ്യം കാണിച്ചാൽ എത്രമാത്രം പുണ്യമുള്ള കാര്യമാണ്. ഒരു മനുഷ്യനോട് കാരുണ്യം കാണിച്ചാൽ ഏഴാം ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാരുണ്യം കാണിക്കുന്നു പഠിപ്പിച്ചൊരു മതമാണ് ഇസ്ലാം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ മതം എങ്ങനെ നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ പ്രേരിപ്പിക്കും? ഒരിക്കലും ഇല്ല സഹോദരന്മാരെ. മുസ്ലിമിനെ പ്രയാസപ്പെടുത്തുന്നത് കഅബക്ക് പ്രയാസമുണ്ടാകുന്നതിനേക്കാളും കഠിനമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരിക്കൽ കഅബയെ നോക്കിക്കൊണ്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഅ്ലമക, നീ എത്ര മഹത്തരമാണ്. ഏത്? കഅബയെ നോക്കിയിട്ട് നീ എത്ര മഹത്തരമാണ്. വഅഅ്ലമ ഹുർമതിക, നിന്റെ പവിത്രത എത്ര മഹത്തരമാണ്. കഅബക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സൈക്കൂല സഹോദരന്മാരെ. അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ വേദനിക്കുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, വൽ മുഅ്മിനു അഅ്ലമു ഹുർമതൻ ഇൻദല്ലാഹി മിൻക, എന്നാൽ ഒരു വിശ്വാസി അല്ലാഹുവിൽ നിന്നേക്കാളും പവിത്രതയുണ്ട്. ഏതിനേക്കാളും? കഅബയേക്കാളും. അപ്പോ നമ്മൾ മറ്റൊരാളെ കുത്താനും അടിക്കാനും അകാരണമായി ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത്. മറ്റുള്ളവനെ ചീത്ത വിളിച്ച് അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എന്താണ്? തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കഅബയേക്കാളും പവിത്രതയാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻഗാമികൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇനി യുദ്ധത്തിന്റെ അവസ്ഥകൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ പോലും അതിക്രമം പാടില്ല എന്ന് പറഞ്ഞു, വഞ്ചന പാടില്ല എന്ന് പറഞ്ഞു, ചിത്രവധം പാടില്ല എന്ന് പറഞ്ഞു, കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലരുത് എന്ന് പഠിപ്പിച്ചു, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കരുതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പല യുദ്ധങ്ങളും നടന്നല്ലോ. ഒരു കുട്ടിയെ കൊന്ന ചരിത്രം എവിടെയും കാണുവാൻ സാധിക്കില്ല സഹോദരന്മാരെ. നമ്മുടെ നാടുകളിലും പല രാജ്യങ്ങളിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിൽ പിഞ്ചു മക്കളെ കൊല്ലുന്ന, അവർക്ക് നേരെ ബോംബുകൾ വർഷിപ്പിക്കുന്ന ഒരവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കല്ലോ. ഇത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല സഹോദരന്മാരെ. യുദ്ധത്തിന്റെ സമയത്ത് പോലും ഇത്ര കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ വില എത്രത്തോളം ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഒരു അമുസ്ലിമായ ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നു ഇസ്ലാം തടഞ്ഞ കാര്യമാണ് അല്ലേ. പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന കശ്മീരിലെ വെടിവെപ്പിൽ ഏതോ ഒരു മുസ്ലിം നാമധാരി വെടിയുയർത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അത് മുസ്ലിങ്ങളുടെ മേലിൽ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിച്ചമക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്നറിയോ? അലാ മൻ ളലമ മുആഹദൻ അവ ഇൻതഖസഹു ഔ കഫറഹു ഫൗഖ ത്വാഖതിഹി ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി ത്വീബിൻ നഫ്സ് ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ. റസൂൽ പറയാണ്, നിങ്ങൾ അറിയണം, ആരെങ്കിലും ഒരു മുആഹിദിനെ ആക്രമിക്കുകയും, മുആഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രത്തിൽ സംരക്ഷണം നൽകി
ജീവിക്കുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ, ഒരു അമുസ്ലിമായ മനുഷ്യനെ അവന്റെ അവകാശത്തിൽ കുറവുണ്ടാക്കുകയോ, അവൻ മുസ്ലിം അല്ല, അവന്റെ റേഷൻ ഒന്ന് കുറക്കാം എന്ന് പറയാ പറ്റൂല. അവന് സാധ്യമാകുന്നതിലപ്പുറം കപ്പൻ ചുമത്തുക, അതേപോലെ തന്നെയാണ് അവൻ ഇഷ്ടമില്ലാത്തത് പിടിച്ചെടുക്കുക, അവൻ മുസ്ലിം അല്ല. നമ്മളിവിടെ മുസ്ലിം രാഷ്ട്രമാണ്, അതുകൊണ്ട് അവൻ ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുക. ഇങ്ങനെയാണെങ്കിൽ അന്ത്യനാളിൽ അവന് തെളിവായി ഞാൻ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു അമുസ്ലിമിനെ അകാരണമായി കൊല്ലാൻ പാടുന്നു സഹോദരന്മാരെ? പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിക്കുന്ന സമയത്ത് ജൂതന്മാർ അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ ജൂതന്മാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നൊടുക്കിയോ? ഇല്ല. റസൂൽ ചെയ്തെന്താ? ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തി, ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു, അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നുകളഞ്ഞു. അവരുടെ ഇഷ്ടസാധനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചെടുത്തു. ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ, ഒരു മുആഹദിനെ കൊന്നാൽ, ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ഒരു മനുഷ്യനെ കൊന്നാൽ ലം യരിഹി റായിഹത്തുൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കൂല എന്നാണ് പഠിപ്പിച്ചത്. അവൻ സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല. അതിന്റെ സുഗന്ധം, സ്വർഗത്തിന്റെ സുഗന്ധം എന്ന് പറയുന്നത് 40 വർഷത്തെ വഴിദൂരം എത്തുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇത് 1400 വർഷങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു? അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. തീവ്രവാദിക്ക് മതമില്ല സഹോദരന്മാരെ, തീവ്രവാദിക്ക് മതമില്ല. ഒരു കൃത്യമായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച മനുഷ്യനാണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ അവൻക്കൊരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല. അവന് ഒരിക്കലും ഭീകരവാദിയായി തീരാൻ സാധിക്കില്ല. ഒരു മനുഷ്യനെ അകാരണമായി ഉപദ്രവിക്കാൻ പോലും കഴിയില്ല എന്ന് പഠിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 32-ാമത്തെ വചനം, ഒരു വാർത്തയുടെ അവതാരകൻ ഈ ആയത്തിന്റെ ആശയങ്ങൾ പറഞ്ഞു. എന്താണെന്നറിയൂ? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. എന്താണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്? അകാരണമായി കൊണ്ട് ഒരു മനുഷ്യനെ കൊന്നാൽ, ആരെ കൊന്നാൽ? ഒരു മനുഷ്യനെ കൊന്നാൽ, അത് ഇന്നാളൊന്നുമില്ല, ഒരു മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ കൊന്നു കഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെയാണ്. ഇത് പഠിപ്പിച്ച മതം ഇസ്ലാം അല്ലാതെ വേറെ ആരാളുള്ളത്? അല്ലേ? വേറെ ആരുള്ളത്? ഒരു മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല പറഞ്ഞത്, ഒരു മനുഷ്യനെ കൊന്നാൽ. ഒരു മനുഷ്യനെ കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും കൊന്നവനെ പോലെ എന്നല്ല പറഞ്ഞത്, മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാന്ന് പറഞ്ഞത്. ഒരു മനുഷ്യന്റെ വില എത്രത്തോളം ഉണ്ട് എന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യന് ജീവിക്കാൻ വിട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ വിട്ടവനെ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയായി? ഒരു വാർത്താ അവതാരകൻ, മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ ഇത് എന്തുകൊണ്ട് പറയേണ്ടി വന്നു? ആളുകൾ, ഏതെങ്കിലും മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും ആളുകൾ പരസ്പരം ആക്രമിച്ചു കൊന്നുകഴിഞ്ഞാൽ, എവിടെയെങ്കിലും ബോംബ് വർഷിച്ചാൽ അതെന്ത് ചെയ്യാണ്? ഇസ്ലാമിന് നേരെയാകാണ്. അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തെന്താണ്? അത് ഇസ്ലാമിന്റെ ആദർശമല്ല, ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന കാര്യമല്ല, ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമാണ്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മളും പഠിച്ചു വെക്കേണ്ട കാര്യമാണ് സഹോദരന്മാരെ. ഈ ആയത്തുകളും ഈ ആശയങ്ങളും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ്. അതിനാൽ ഏതൊരു വ്യക്തിയെയും സഹായിക്കാൻ മാത്രമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ആരെയും പ്രയാസപ്പെടുത്താനല്ല.
ജീവിയുടെ വിഷയത്തിൽ പോലും കാരുണ്യം കാണിക്കാൻ ആണ് ഇസ്ലാം പഠിപ്പിച്ചത്. മരുഭൂമിയിൽ ദാഹം കാരണം മണ്ണ് കപ്പുന്ന ഒരു നായ അതിന് ഒരു വ്യഭിചാരിയായ ഒരു സ്ത്രീ വെള്ളം കൊടുത്തു. അതിന്റെ പേരിൽ അവർ സ്വർഗത്തിൽ പോയി എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം നൽകാതെ ഒരു പൂച്ചയെ കെട്ടിയിട്ടു അതിനെ കൊന്നുകളഞ്ഞ ഒരു സ്ത്രീക്ക് നരകമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു ജീവിയോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയേക്കാൾ പവിത്രതയുണ്ട് ഒരു മുസ്ലിമിന്റെ അഭിമാനം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യന്റെയും ജീവൻ അത്രയും വലുതാണ് സഹോദരന്മാരെ. അതുകൊണ്ട് സമാധാനത്തിന്റെ മതമായ ഇസ്ലാമിനെ ഭീകരവാദമായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ശരിയായ ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും? നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? കൊണ്ടു നടക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. എല്ലാ കാര്യങ്ങളും താടി വളർത്തി എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും വിമർശിച്ചാൽ എല്ലാവരും എന്നെ കളിയാക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വടിച്ചു കളിയാണ്. എന്റെ ഭാര്യ കളിയാക്കുന്നു, എന്റെ മക്കൾ കളിയാക്കുന്നു, അതുകൊണ്ട് ഞാൻ വടിച്ചു കളയുന്നു എന്നല്ല പറയേണ്ടത്. എന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് എന്നതാണ്. 24 മണിക്കൂറും പുണ്യം കിട്ടുന്ന ഒരു കർമ്മം, ഒരു കാര്യം പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിന്റെ ഇസ്ലാമിന്റെ അടയാളമായി കണ്ട് അതിനെ നമ്മൾ ജീവനത്തുല്യം സ്നേഹിക്കുവാൻ കഴിയണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും സഹോദരന്മാരെ ഒരു യഥാർത്ഥ ഇസ്ലാം ആയി ജീവിക്കാൻ കഴിയണം. ആ ഇസ്സത്തിനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? മുസ്ലിം എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഇസ്ലാമിൻ്റെ ആദർശം എന്നുള്ളത് ഉച്ചനീചത്വമില്ലാത്ത ആദർശമാണ്. കറുത്തവനെന്നും വെളുത്തവനെന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ എല്ലാവരും ആദം നബിയുടെ മക്കളാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വെളുത്തവനായ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനെയും കറുകറുത്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിനെയും ഒരേ സഫിൽ നിർത്തി നമസ്കരിച്ചവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് പഠിപ്പിച്ചത്. കറുത്തവന്റെ കൈകൊണ്ട് വെളുത്തവന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ ആശയമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങൾ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. ആരാണത്? ആദം നബിയും ഹവ്വാ ബീവിയും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആദം നബിയുടെ മക്കളാണ്. وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله. നിങ്ങൾ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളായത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന ഗോത്രങ്ങളാണ്, ഇന്ന വിഭാഗങ്ങളാണ് എന്നറിഞ്ഞ നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇന്ന ഗോത്രമായതുകൊണ്ട് സ്വർഗത്തിൽ പോയിക്കൊള്ളുന്നില്ല, ഇന്ന ഗോത്രമായതുകൊണ്ട് അവൻ വലിയവനായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും നല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ലവർ, ആദരിക്കപ്പെട്ടവർ ആരാണെന്നറിയോ? പണം കൊണ്ടുള്ളതല്ല, വലിയ ഡിഗ്രി ഉണ്ടെന്ന് കൊണ്ടല്ല, വലിയ കൊട്ടാരമുള്ള വീടുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, വലിയ വാഹനമുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, വലിയ അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, പിന്നെയോ അവർ തഖ്വയുള്ളവരാണോ അവർക്കാണ് അള്ളാഹുവിന്റെ അരികിൽ വലിയ സ്ഥാനം. എത്ര പാവപ്പെട്ടവനാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫളല ലി അറബിയ്യിൻ അലാ അഅജമി, ഒരു അറബിക്ക് ഒരു അനറബിയേക്കാളോ, വലാ അബ്യദു അലാ അസ്വദ്, അതേപോലെ തന്നെ ഒരു വെളുത്തവന്റെ മേൽ കറുത്തവനോ, കറുത്തവന്റെ മേൽ വെളുത്തവനോ, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താണ്? ഇല്ലാ ബിത്തഖ്വ, തഖ്വയല്ലാതെ. ഒരു കറുത്തവനാണ്, അവൻ നല്ല തഖ്വയുള്ള മനുഷ്യനാണെങ്കിൽ
അവൻക്കായിരിക്കും അള്ളാഹുവിൻ്റെ അരികിൽ വലിയ സ്ഥാനം ഉണ്ടാകുക. സഹോദരന്മാരെ, ഒരു കുറുകിയവനാണ്, ആരും നോക്കാത്ത വിരൂപിയാണ്. പക്ഷേ അയാൾ തഖ്വയുണ്ടെങ്കിൽ നമ്മളെക്കാളും ആദരിക്കപ്പെടുന്ന മനുഷ്യൻ, അള്ളാഹു ആദരിക്കപ്പെടുന്നത് ആ മനുഷ്യനെയായിരിക്കും. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? തഖ്വയുടെ അടിസ്ഥാനത്തിൽ. ഇതാണ് സഹോദരന്മാരെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യന് അത്രമാത്രം പ്രാധാന്യം ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കൽപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടിയ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തും ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ്? പെണ്ണിൻ്റെ അവകാശത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ? ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം. പെൺകുട്ടികളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ പ്രയാസപ്പെടുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ആദ്യം പറയും, എന്താ കുട്ടി? പെണ്ണ്. രണ്ടാമത്തേത് ഏതാ? അത് പെണ്ണാണ്. മൂന്നാമത്തേത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അത് ആദ്യത്തെ തന്നെയാണ്. ഒരു ഉഷാറുണ്ടാവില്ല നമ്മളെ വർത്താനത്തിൽ. എന്താണ്? പെണ്ണായിക്കഴിഞ്ഞാൽ ഒരു ബാധ്യതയായി തീരുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ഒരാൾക്ക് 3 പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിനെ നല്ല തർബിയത്തോടു കൂടി വളർത്തി വലുതാക്കി, അല്ലേ, ഒരു നല്ലവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ ഒരു സ്വർഗ്ഗം ഉണ്ടെന്നാണ് പഠിപ്പിച്ചത്. കേട്ടെ, കുഴിച്ചുകൂടാനല്ല പറഞ്ഞത്, കൊല്ലാനല്ല പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞത്. അവർ മനുഷ്യരാണ് എന്ന് പഠിപ്പിച്ചു. കറുത്തു എന്നുള്ളത് കൊണ്ട് മക്കളോട് ഒരുത്തൻ വെളുത്തവനാണ്, ഒരുത്തൻ കറുത്തവനാണ്, ഒരുത്തൻ പഠിക്കാത്തവനാണ്, ഒരുത്തൻ നല്ലവണ്ണം പഠിക്കുന്നവനാണ്, അതുകൊണ്ട് വേർതിരിവുകൾ മക്കൾക്കിടയിൽ കാണിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇസ്ലാം എന്താണ് എന്നുള്ളത് സഹോദരന്മാരെ കൃത്യമായി നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊണ്ടു നടക്കണം. ഇസ്ലാമിനെ പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കും. അത് ലോകം അവസാനിക്കുന്നവരേ അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷേ ആ തെറ്റിദ്ധാരണകൾ എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിച്ച് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ഓരോരുത്തരെയും മാതൃകയാവുക. പ്രവാചകൻ ഒരു മാതൃകയായിരുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് വിശുദ്ധ ഖുർആനിന്റെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു. പ്രവാചകൻ എന്താണ്? എല്ലാറ്റിലും മാതൃകയാണ്. അതുപോലെ നമ്മുടെ സംസാരത്തിൽ, നടത്തത്തിൽ, പ്രവർത്തനത്തിൽ, എല്ലാ കാര്യത്തിലും നമ്മൾ ഇസ്ലാമാകുന്ന ആ മതം അത് റോൾ മോഡലാക്കി ഒരു മുസ്ലിമിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്മൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും സഹോദരന്മാരെ. അല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി പേരിട്ടു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യരെ, അത് മുസ്ലിം ആയിരുന്നോട്ടെ മുസ്ലിം അല്ലാത്തവരായിരുന്നോട്ടെ, ആരെങ്കിലും കൊന്നു എന്ന് കേട്ടാൽ അത് ഇസ്ലാമിന്റെ പിന്നെ ഏടുകളിലേക്ക് എഴുതി ചേർക്കുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാവരുത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സമാധാനമാണ്. ഇസ്ലാം മാനവികർക്കുള്ള ഒരു മതമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടു കൂടി ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ച് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ ഇന്നലെ മരണപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഖബറിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറെല്ലാം നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ച് ചെയ്യുമാറാകണമേ. രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ, അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണമേ, അവർക്ക് നീ ആരോഗ്യം നൽകി അനുഗ്രഹിച്ച് ചെയ്യുമാറാകണമേ. പള്ളിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന എത്രയോ ആളുകൾ, അവർക്ക് പള്ളിയിലേക്ക് വരാൻ സാധിക്കാതെ വീടുകളിൽ കഴിയുകയാണ്. അല്ലാഹുവേ, അവർക്ക് നീ ആരോഗ്യം നൽകി അവർ പഴയതുപോലെ പള്ളിയിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിച്ച് ചെയ്യുമാറാകണമേ. മക്കളുടെ ഭാര്യമാരുടെ പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു ഞങ്ങളെല്ലാവരും നീ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ നന്മയും അല്ലാഹുവെ ഞങ്ങൾ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.